സമയമായി. അപ്പം നമ്മുടെ കാത്തുമ്മ തൊട്ടിലിൽ കിടന്ന് നല്ല കുറുമ്പ് കാണിക്കലാണ്. അങ്ങനെ ഈ കുറുമ്പത്തി കാത്തുമ്മേനെ അമ്മാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. അങ്ങനെ കാത്തുമോളെയും തൊട്ടിലിൽ കിടത്തി കാത്തുവിനൊരു ഓക്കെ ബൈ ബൈ ഒക്കെ കൊടുത്ത് ഞാൻ ഇറങ്ങി. വേറെ എങ്ങോട്ടും അല്ല, കടയിലോട്ടാണ് പോണത്. കുറച്ച് സാധനമൊക്കെ വാങ്ങണം. നമ്മുടെ കാത്തുമ്മയ്ക്ക് എന്നാ മഴയുള്ളതുകൊണ്ട് തന്നെ മഴയൊക്കെ തോന്നുന്ന സമയം നോക്കിയാണ് ഇറങ്ങിയത്. വൈകുന്നേരം ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നേരെ സ്കൂട്ടി എടുത്തോട്ട് അനിയൻ്റെ അടുത്ത് പോയി. അവനെയും കൊണ്ടാണ് പോണത്. അങ്ങനെ പോണ വഴിക്കാണെങ്കിൽ അതാ നല്ല കമ്പമായിരുന്നു. അങ്ങനെ കമ്പമൊക്കെ കണ്ടാണ് പോയത്. കമ്പം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആഘോഷമായിരുന്നു. അങ്ങനെ ആ ആഘോഷം കണ്ട് അവരുടെ ഭാഗം തന്നെ പായസം ഉണ്ടായിരുന്നു. പക്ഷെ പായസം കുടിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നേരെ പോയി. ഏറെ അങ്ങോട്ടുമല്ല, സൂപ്പർ മാർക്കറ്റിലോട്ട് റാക്കിലോട്ടാണ് പോയത്. വീട്ടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോണതും ഇങ്ങോട്ട് തന്നെയാണ്. അങ്ങനെ നേരെ വണ്ടിയും കൊണ്ട് വെച്ചിട്ട് നേരെ മേളിലോട്ട് പോയിട്ടുണ്ട്. കാത്തുമൊക്കെയുള്ള പാമ്പേഴ്സ് എടുക്കാൻ വേണ്ടിയാണ് ആദ്യം പോയത്. അങ്ങനെ അവിടെ ചെന്ന് പാമ്പേഴ്സും എടുത്തതിന് ശേഷം കുറച്ച് ബോട്ടിൽ എടുക്കണമായിരുന്നു. അങ്ങനെ ബോട്ടിലും എടുത്ത് കുറച്ച് സാധനമൊക്കെ നോക്കി. ഒട്ടും സമയമില്ലായിരുന്നു. നമ്മളെ കാത്തുമ്പോൾ അടുത്ത ബഹളം വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങ് എത്തണം. അങ്ങനെ നേരെ ചെന്ന് ബെല്ലും അടിച്ച് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി വന്നപ്പോഴാ അവിടെ ഗേറ്റ് അടവ്. ഞാൻ എന്ന് ഈ വഴി വന്നാലും ഗേറ്റ് അടവായിരിക്കും. അങ്ങനെ ഒരു ട്രെയിനല്ല 2 ട്രെയിൻ പോകുന്നവരെയും ഗേറ്റ് അടച്ചിട്ടിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവിടെ പോയി. അങ്ങനെ പെട്ടെന്ന് ഓടിയാണ് വീട്ടിൽ എത്തിയത്. കാരണം നമ്മുടെ കാത്തുമ്മ എന്തായെന്ന് അറിയണ്ടേ. പാവം നമ്മുടെ കാത്തുമ്മ ഞാൻ ചെന്നപ്പോഴത്തേക്കും നല്ല ഉറക്കമായി. കുറച്ച് വാശിയൊക്കെ കാണിച്ചായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അമ്മ 2 താരാട്ട് പാട്ടൊക്കെ പാടിയപ്പോൾ നമ്മുടെ കാത്തുമ്മ ഫ്ലാറ്റായി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.